Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. അപ്പോൾ ബേസിക്കലി ഇതിന്റെ തിയറി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഓൾറെഡി ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്, ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്, അതിൽ വരുന്ന സ്പെസിഫിക് കേസസ്, ഗ്രാഫ്സ്, അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏതൊക്കെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഏരിയ കണ്ടുപിടിക്കാൻ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. സോ അതെല്ലാം നമുക്ക് ഇവിടെ ഈ MCQസിൽ അപ്ലൈ ചെയ്യാം. ലെറ്റ് us start. So first question, the area under the curve y is equal to x square and the lines x equal to -1, x equal to 2 and x-axis is options are A 3 square units, B 5 square units, C 7 square units, D none of these. The correct answer option A ആണ് 3 square units. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ് നോക്കാം. അതായത് y is equal to x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പരാബോളയാണ് അല്ലേ, y is equal to x square. ഇനി x equal to -1ഉം x equal to 2 രണ്ട് ലൈൻസ് വരയ്ക്കാം. x ആക്സിസും നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോർമലി എന്താ ചെയ്യേണ്ടത്, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഫോർമുല യൂസ് ചെയ്യാം. ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ്സ് കൊടുക്കാം -1 മുതൽ 2 വരെ. ഫംഗ്ഷൻ എന്താ, y is equal to x square ആണ്. അപ്പോൾ x square dx ഇത്രയേ ഉള്ളൂ. അപ്പോൾ x raised to n ന്റെ ഇന്റഗ്രൽ എന്താ, x raised to n+1/n+1 ആണ്. സോ x³ 3 എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ 8/3 മൈനസ് ലോവർ ലിമിറ്റ് ഇതുപോലെ -1³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, -1/3 തന്നെ വരും അല്ലെ. സോ -1/3. അപ്പോൾ ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്, അത് പ്ലസ് ആവും. സോ 8/3 + 1/3 എന്താ, 9/3. ഇവിടെ 9ഉം 3 കോമൺ ഫാക്ടർ ആണ്, ക്യാൻസൽ ചെയ്താൽ 3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ. Second question, area bounded by the curves y is equal to x into sin x and x-axis between x equal to 0 and x equal to 2 pi is options are A 2 pi, B 3 pi, C 4 pi, D none of these. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 4 pi. അപ്പോൾ അതെങ്ങനെ വരണേ നോക്കാം. y is equal to x into sin x ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, x into sin x ന്റെ ഫോം. ഓക്കെ, സോ x into sin x ആ ടേംസ് വരും. അപ്പോൾ എക്സിന് ഓരോ വാല്യൂസ് അനുസരിച്ച് x into sin x ന്റെ വാല്യൂസ് അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ അതായത് ഈ ഒരു കർവും പിന്നെ x ആക്സിസും പിന്നെ x equal to 0 2 pi. അപ്പോൾ നമുക്ക് ലിമിറ്റ്സും മനസ്സിലായി, 0 to 2 pi ആണ് ലിമിറ്റ്സും മനസ്സിലായി അല്ലേ. ഇത് 0, ഇത് 2 pi. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തന്നെയാണ് ടൈം പീരീഡ് ഓഫ് ദ sin x ഫംഗ്ഷൻ. 0 to 2 pi എന്ന് പറയുന്ന പീരീഡിൽ നമുക്ക് x sin x ന്റെ ആ ബൗണ്ട് ചെയ്തിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താ, സോ ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഈ ഒരു പോയിന്റ് 0 to 2 pi കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇന്റർവൽ അത് കണ്ടിന്യൂസ് അല്ല. കാരണം എന്താ, 0 to pi നമുക്ക് നോക്കിയറിയാം ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ, എബവ് എക്സ് ആക്സസും പിന്നെ pi to 2 pi എന്ന് പറയുന്നത് ബിലോ എക്സ് ആക്സസ് ആണ്. സോ ഡിഫറെന്റ് കർവ്സ് വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. അതായത് ഇന്റഗ്രൽ 0 to 2 pi കൊടുക്കുന്നതിന് പകരം 0 to pi plus pi to 2 pi ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയല്ലോ. ഇനി ഇന്റഗ്രൽ 0 to pi നമ്മുടെ ഫംഗ്ഷൻ എന്താ, x into sin x dx പ്ലസ് ഇന്റഗ്രൽ pi to 2 pi x into sin x dx. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ശരിയാണല്ലോ, കാരണം x into sin x ആണ്. സോ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഐ ലേറ്റ് എന്ന് പറയുന്ന ഓർഡറിന്റെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും നമ്മൾ ചൂസ് ചെയ്യാം. സോ ഇവിടെ x എന്ന് പറയുന്നത് എന്താ, ആൾജിബ്രിക് ഫംഗ്ഷൻ ആണ്. sin x എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം a ആണ് ഫസ്റ്റ് വരിക, പിന്നെയാണ് t വരുന്നത്. സോ x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക ആൻഡ് sin x എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും, ഇന്റഗ്രൽ ഓഫ് x into sin x dx എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് x into ഇന്റഗ്രൽ ഓഫ് sin x. ഇത് ആദ്യത്തെ ലിമിറ്റ് ആണ് 0 to pi. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അത് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അതായത് ഇത് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഓക്കെ, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യില്ലേ, അപ്പോൾ ഓരോന്നിനും ചെയ്യണം. അതായത് ഫസ്റ്റ് പോർഷൻ പറയുന്നത് ഇന്റഗ്രൽ 0 to pi x into sin x ഉണ്ട്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക, -x cos x plus sin x within the limit 0 to pi. അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം ടേംസ് തന്നെ കിട്ടും, പക്ഷേ ലിമിറ്റ് മാറും, അത്രയേ ഉള്ളൂ. -x cos x plus sin x pi to 2 pi. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നെഗ്ലക്ട് ചെയ്യുക. സോ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്റഗ്രൽ x into sin x dx എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെ ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് x into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇന്റഗ്രൽ ഓഫ് sin x എന്താ, മൈനസ് കോസ് എക്സ് ആണ് അല്ലേ. സോ മൈനസ് കോസ് എക്സ്, ഇനി പ്ലസ്
ഇനി മൈനസ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ, അതിപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, മൈനസ് കോസ് എക്സ് ഡി എക്സ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഗെയിൻ ഇവിടെ ഒരു ഇന്റഗ്രൽ ഉണ്ട്, അതും കൂടി ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇവിടെ മൈനസ് ആദ്യമേ എഴുതുക, സോ മൈനസ് എക്സ് കോസ് എക്സ്, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. നെക്സ്റ്റ് ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഉള്ളിലൊരു മൈനസ് ഉണ്ട്, സോ അത് പ്ലസ് ആയി. പ്ലസ് ഇനി ഇന്റഗ്രൽ കോസ് എക്സ് എന്താ, സൈൻ എക്സ് ആണ്. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് കിട്ടുന്നത്. ഓക്കെ, ലിമിറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ രണ്ട് കേസും ഡിഫറെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് 0 to പൈയും മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് പൈ ടു 2 പൈയും കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് സൈൻ 0 സൈൻ പൈ സൈൻ 2 പൈ എന്നൊക്കെ പറയുന്നത് എന്താ, 0 ആണ്. അതായത് സൈൻ എൻ പൈ ഇസ് ഓൾവേസ് 0. ക്ലിയർ ആയല്ലോ. ഇനി കോസ് എൻ പൈ എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു n ആണ്, മൈനസ് 1 ഹോൾ റേസ് ടു n. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും യൂസ്ഫുൾ ആണ്, ഇത് പഠിച്ചിരിക്കുക. സൈൻ എൻ പൈ ഇസ് 0, കോസ് എൻ പൈ ഇസ് മൈനസ് 1 റേസ് ടു n. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ആവശ്യം വരും അത് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ആ ടേംസ് വരും, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസേൺ ടേംസ് വരും, സൈൻ 0 സൈൻ പൈ സൈൻ 2 പൈ കോസ് 0 കോസ് 2 പൈ കോസ് പൈ എന്നൊക്കെ. സോ ഇവിടെ നമുക്കറിയാം കോസ് 0 നമുക്കറിയാം, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, അതേപോലെ കോസ് 2 പൈ 1 ആണ്. അതായത് ഈവൺ പവേഴ്സ് വരുമ്പോൾ എന്താ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓഡ് പവേഴ്സ് വരുമ്പോൾ മൈനസ് 1 ആണ് വാല്യൂ വരും. സോ അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. ലിമിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്തു. സോ പൈ പ്ലസ് 3 പൈ ആണ് ഫൈനൽ വാല്യൂ കിട്ടുക, അതായത് 4 പൈ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y is equal to x square plus 2, y is equal to x, x equal to 0 and x equal to 3 in square units is A 21/4, B 21/2, C 39/2 and D none of these. Correct answer option B ആണ് 21/2. So ഇവിടെ നമുക്ക് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y is equal to x square plus 2 തന്നിട്ടുണ്ട്. y is equal to x square ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനലാണ്, അത് മീറ്റ് ചെയ്യുക. ഓക്കെ, വെർട്ടിസസ്. പക്ഷേ ഇവിടെ y is equal to x square plus 2 ഉണ്ട്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ, ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ആണ് അല്ലെ. ഈ ഒരു 2 എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസിൽ ഷിഫ്റ്റഡ് ആവും അപ്വേർഡ്സ്. സോ അതാണ് x square plus 2 പറയുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിൽ y at 2 കഴിഞ്ഞിട്ടാണ് ഈ പരാബോള വരെ. ക്ലിയർ ആയല്ലോ, അത്രേ ഉള്ളൂ. ഇനി y is equal to x, y is equal to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് അല്ലെ. കാരണം y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ x ആണ്, വേറെ വാല്യൂസും കാര്യങ്ങളൊന്നുമില്ല. y is equal to ഇതുപോലെ mx വന്നു കഴിഞ്ഞാൽ എന്താ, സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. ഇനി x equal to 0, x equal to 3 ഇത് ലിമിറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ x equal to 0 പറയുന്നത് ഇതാണ്, x equal to 3 പറയുന്നത് ഇവിടെയാണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്രാഫിൽ ഈ ഷെയ്ഡഡ് പോർഷനിൽ ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ ഏരിയ ഒ എ ബി ഡി ഒ, അതായത് ഒ എ ബി ഡി ഒ പറയുന്നത് ഒ എ ബി ഡി ഒ ഈ ഒരു പോർഷൻ കേട്ടോ. അതായത് ഫസ്റ്റ് ഞാൻ പറയുന്നതാണ് ഈ എൻറ്റയർ പോർഷൻ. ഏരിയ അണ്ടർ ദ കർവ് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ നോർമലി ഈ പരാബോള, അതായത് y is equal to x square plus 2 ഇതാണ് പരാബോള. ഈ പരാബോള ബൗണ്ട് ചെയ്ത കർവിന് കണ്ടുപിടിക്കാനുള്ള ഏരിയ നമ്മൾ ജസ്റ്റ് ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതും പിന്നെ പ്ലസ് എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് ഞാൻ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടോ, ഇല്ല. കാരണം നമുക്ക് ആ ഷെയ്ഡഡ് പോർഷൻ മാത്രം മതി, ഗ്രേ ഷെയ്ഡഡ് പോർഷൻ. കാരണം രണ്ടിനും കോമൺ ആയിട്ട് രണ്ടിന്റെ ഇടയിലുള്ള ഏരിയ ആണ് വേണ്ടത്. സോ ഇപ്പൊ കിട്ടുന്നത് എന്താ, ഈ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്ത റീജിയൻ. ഇനി ഇതൊന്ന് മൈനസ് എന്താ ചെയ്യേണ്ടത്, എൻറ്റയർ പോർഷൻ നമുക്ക് ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യണം. സോറി, അതായത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. കാരണം എന്താ, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലെ. അതാണ് ഏരിയ അണ്ടർ പരാബോള നമുക്ക് കിട്ടും. ഇനി ഏരിയ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കിട്ടും. ഏരിയ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏരിയ ഒ സി ഡി ഒ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷന്റെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഗ്രേ ഷെയ്ഡ് റീജിയനിലെ അതിന്റെ ഏരിയ കിട്ടും. അപ്പം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഗ്രാഫ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, ആ കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടും. സോ നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് അണ്ടർ ദ പാരാബോള ദെൻ മൈനസ് അണ്ടർ ദ സ്ട്രേറ്റ് ലൈൻ, ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പാരാബോളയുടെ കേസ് എടുക്കാം. ഫംഗ്ഷൻ x² + 2dx ആണ്. ഇൻ്റഗ്രൽ എന്ത് ചെയ്യണം? 0 to 3, ലിമിറ്റ്സ് 0 to 3 അല്ലേ എക്സിൻ്റെ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 x² + 2dx മൈനസ് ഇൻ്റഗ്രൽ 0 to 3 ഇവിടെ എന്ത് വരും? സ്ട്രേറ്റ് ലൈൻ്റെ x dx വരും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² x³ 3, 2 എന്താ വരിക? കോൺസ്റ്റൻറ്റിൻ്റെ ആ വേരിയബിൾ ആണ് വരിക x. 0 to 3 മൈനസ് എക്സിൻ്റെ x² 2 ആണ് 0 to 3. അപ്പോൾ ഇവിടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഫൈനലി നമുക്ക് 9 + 6 - 9/2, അതായത് 21/2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ കിട്ടുക. Next question, the area enclosed between the curves y is equal to sin x, y is equal to cos x, 0 less than or equal to x less than or equal to pi/2 is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് curves ആണ്, y sin x ഉം y cos x ഉം. y sin x in the sense y is equal to, അതായത് f of x എന്ന് പറയുന്നതാണ് ഉദ്ദേശിച്ചത് ഞാൻ. f of x equal to sin x ഉം പിന്നെ g of x equal to cos x ഉം. അങ്ങനെ രണ്ട് curves തന്നിട്ടുണ്ട്. ഇനി എക്സിന്റെ ലിമിറ്റും തന്നിട്ടുണ്ട് 0 to pi/2. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a √2 - 1, b √2 + 1, c 2 × √2 - 1, d 2 × √2 + 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2 × √2 - 1. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും കേർവ്സ് അറിയാം അല്ലേ? അതായത് സൈൻ വേവ് എന്ന് പറയുന്നത് y is equal to sin x, ഇതാണ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. ഇനി y is equal to cos x എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഈ അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 0 to pi/2 പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി ഇത് രണ്ട് കേർവ്സും തമ്മിൽ ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഈ ഗ്രേ ഷെയ്ഡഡ് പോർഷനിൽ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതാ ട്വൈസ് ഇൻ്റഗ്രൽ 0 to pi/4 cos x - sin x dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ഈ ഒരു റീജിയൻ ചെയ്തിട്ട് അത് ട്വൈസ് ചെയ്യണം. സോ നമുക്ക് ഈ രണ്ട് റീജിയൻസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ടൈംസ് ചെയ്യാൻ മറക്കരുത്. 2 × ഇൻ്റഗ്രൽ, ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to pi/4 മാത്രമേ ഉള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മൾ ട്വൈസ് ചെയ്യാണ്. ഓക്കെ, അത് എടുത്തെഴുതാൻ മറക്കരുത്. അപ്പോൾ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to pi/4. ഇനി ഇവിടെ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അപ്പർ കർവ് ഏതാ വരുന്നത്? അപ്പർ കർവ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് അല്ലേ? സോ ഈ അപ്പർ കർവ് എന്ന് പറയുന്നത് y is equal to cos x അല്ലേ? സോ cos x ആണ് f of x. നമുക്കറിയാം f of x മൈനസ് g of x dx ആണ്. അപ്പോൾ g of x ആണ് ലോവർ കർവ്. ലോവർ കർവ് എന്ന് പറയുന്നത് y is equal to sin x. അപ്പോൾ cos x മൈനസ് sin x dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് 0 to pi/4 ലിമിറ്റ് കൊടുക്കാം. കോസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? sin x ആണ്. ആൻഡ് sin x ന്റെ മൈനസ് cos x ആണ്. അപ്പോൾ മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പ്ലസ് cos x വരും. സോ 2 × ഇതേപോലെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി നമുക്ക് ഇവിടെ ഈ 1/√2 + 1/√2 എന്താ? 2/√2 ആണ്. ഈ 2 എന്ന് പറയുന്നത് എന്താ? √2 സ്ക്വയർ ആണ്. സോ √2 square/√2 എന്ന് പറയുന്നത് ഒരു √2 ക്യാൻസൽ ആവും, അപ്പോൾ √2 വരും മുകളിൽ. ദെൻ 2 × √2 മൈനസ് ഈ -1 ആണ് ഈ സെക്കൻഡ് ടേം എഴുതിയിരിക്കുന്നത്. ഓക്കെ, next question, the area of the region bounded by the curve y is equal to square root of 16 - x² and x-axis is. Options തന്നിരിക്കുന്നത് a 20π, b 8π, c 16π, d none of these. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 8π. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് നമുക്ക് ഫോർമുല ഉണ്ട്, അതായത് ഇന്റഗ്രൽ √a² - x² dxന്റെ ഫോർമുല എന്താ? x/2 × √a² - x², ഇതേ ടേം തന്നെ ഇവിടെ വരും, പ്ലസ് a²/2 × sin ഇൻവേഴ്സ് x/a. x/2 × √a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a. ഇതിവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതാണ് ആദ്യമേ മെൻഷൻ ചെയ്തത്. ഇനി തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് y is equal to √16 - x² ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം, ജസ്റ്റ് സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക? y² = 16 - x². ഇപ്പോൾ ഈ x²നെ LHS കൊണ്ടുപോയാൽ x² + y² = 16നെ 4² എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇത് ശരിക്കും ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് വിത്ത് റേഡിയസ് 4. ക്ലിയർ ആയി? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് y is equal to 16 - x²ന്റെ റൂട്ട് ഹോൾ ഉണ്ട്. സോ ഇതിൽ നമുക്കറിയാം x ആക്സിസിൽ വൈയുടെ വാല്യൂ എന്താ? x ആക്സിസിൽ y 0 ആണ് എപ്പോഴും അല്ലേ?
സോ വൈക്ക് 0 കൊടുക്കാം. അപ്പോൾ 0 is equal to square root of 16 minus x square. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് x square equal to 16 കിട്ടും. ദാറ്റ് ഈസ് x equal to plus or minus root 16 എന്താ 4. സോ എക്സിന്റെ വാല്യൂ കിട്ടി plus or minus 4. ഇത് എന്തിനാണ് നമ്മൾ ചെയ്തത്? ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സിന്റെ വാല്യൂസ് അപ്പോൾ +4ഉം -4ഉം കിട്ടി. y എന്ന് പറയുന്നത് ഇവിടെ ആ കേസിൽ 0. അപ്പോൾ y 0 ആയിരുന്നപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടിയ +4ഉം -4ഉം. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ്സ് നമുക്ക് കിട്ടിയത് 4,0 -4,0. ഇനി സിൻസ് ദ കർവ് ഇസ് y is equal to square root of 16 minus x square, so y is greater than or equal to 0. അപ്പോൾ കർവിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? y is equal to square root of 16 minus x square ആണ്. അപ്പോൾ ഇത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്തായാലും. സോ അതിന്റെ മീനിങ് എന്താ? അതായത് ഇപ്പോൾ ഏരിയ ഓഫ് ദ കർവ് നമ്മൾ ഏത് കൺസിഡർ ചെയ്യണം? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമുക്ക് ഇന്റർസെക്ഷൻ പോയിന്റ്സും കിട്ടി -4,0 4,0. അപ്പോൾ സർക്കിൾ ആണെന്നും കിട്ടി. y എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുള്ളൂ. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷനിൽ അപ്പോൾ പ്ലസ് വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ വാല്യൂ. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പ്ലസ് വൈ കേസ് മാത്രം കൺസിഡർ ചെയ്യാം. അതായത് പ്ലസ് വൈ ആക്സസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം സർക്കിളിന്റെ എൻറ്റയർ സർക്കിൾ വേണ്ട, ഈ സർക്കിളിന്റെ എബവ് എക്സ് ആക്സസ് അതായത് വൈയുടെ പോസിറ്റീവ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി ഏരിയ ഓഫ് ദ കർവ് കണ്ടുപിടിച്ചൂടെ? ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ എന്താ? -4 to 4 -4 to 4 root of 16 minus x square dx. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dxന്റെ ഫോർമുല എന്താ? x/2 റൂട്ട് ഓഫ്, ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്, a square minus x square ആണ് കേട്ടോ, അത് തെറ്റിപ്പോണ്ട. ആദ്യം തന്നിരുന്ന ആ ഒരു ഫോർമുല അത് തന്നെയാണ്. അതായത് x/2 റൂട്ട് ഓഫ് a square minus x square plus a square by 2 sin inverse x/a plus c. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ a എന്ന് പറയുന്നത് a square 16 ആണ്, 16 പറഞ്ഞാൽ 4 square ആണ്. അപ്പോൾ എയുടെ വാല്യൂ എന്താ? 4 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? സോ a ഉള്ളിടത്തൊക്കെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x/2 ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. x/2 റൂട്ട് ഓഫ് 4 square minus x square plus a square എന്ന് പറഞ്ഞാൽ 16/2 സൈൻ ഇൻവേഴ്സ് x/aക്ക് പകരം 4 കൊടുക്കാം. ഇനി ലിമിറ്റ് എന്താ? -4 to 4. സോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമുക്ക് കൊടുക്കേണ്ട ലിമിറ്റ് എന്താ? 4 ആണ് അപ്പർ ലിമിറ്റ്. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ട് അവിടെയൊക്കെ 4 കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ എക്സ് 4 കൊടുക്കേണ്ടതാണ്, ഇവിടെയും 4 കൊടുക്കുക. എല്ലാം എക്സിന് റീപ്ലേസ് ബൈ 4. ഇനി സെക്കൻഡ് കേസിൽ -4 ആണ്. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ക്ലിയർ ആയോ? ഈ സെക്കൻഡ് പോർഷൻ ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സിലോടത്തൊക്കെ 4 കൊടുക്കുക, സെക്കൻഡ് കേസിൽ എക്സിലോടത്തൊക്കെ -4 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ശരിക്കും ഇവിടെ സൈൻ ഇൻവേഴ്സ് x/4 എന്ന് പറയുമ്പോൾ ഇവിടെ -4/4 ആണ് വരിക കേട്ടോ. ഇവിടെ താഴെയാണ് മൈനസ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ എക്സ് ശരിക്കും -4 ആണ്. സോ അത് മുകളിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്നത് എന്താണ്? ഈ ടേം ഒക്കെ 0. റൂട്ട് ഓഫ് 4 square minus 4 square 0 ആവില്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഈ ടേം, അതായത് റൂട്ട് ഓഫ് 4 square minus 4 square ടേം 0 ആയി പോകും. സോ നമ്മുടെ ആ സെക്കൻഡ് ടേംസ്, അതായത് രണ്ട് കേസും അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും സെക്കൻഡ് ടേംസ് മാത്രം കിട്ടും. ദാറ്റ് ഈസ് 8 sin inverse 1 plus 8 sin inverse 1 കിട്ടും. അതായത് 8 plus 8 16 sin inverse 1 കിട്ടും. sin inverse 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin π/2 ആണ് 1. അപ്പോൾ sin inverse 1 എന്താ? π/2. അപ്പോൾ 16ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 8. അപ്പോൾ 8π square units ആണ് ആൻസർ. Next question, area of the region in the first quadrant enclosed by x-axis, the line y is equal to x and the circle x square plus y square equal to 32 is. Options are making the A 16 pi square units, B 32 pi square units, C 4 pi square units, D none of these. The correct answer option C ആണ് 4 pi square units. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ എക്സ് ആക്സിസ്, ദ ലൈൻ y is equal to x and the circle x square plus y square equal to 32. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്കിളിന്റെ എന്താ? x square plus y square is equal to r square ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ r square ഇവിടെ തന്നിരിക്കുന്നത് 32 ആണ്. ദാറ്റ് മീൻസ് r എന്താ? √32. ഈ √32 പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 4√2. കാരണം എന്താ? 32 എന്ന് പറയുന്നത് 16 into 2 ആണ്. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 16 പറഞ്ഞാൽ 4 ആണ്.
സോ 4√2. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ലൈൻ y = x എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. പിന്നെ സർക്കിൾ തന്നിട്ടുണ്ട് x² + y² = 32 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? yക്ക് പകരം x കൊടുക്കുക. ഈ ഒരു ഇക്വേഷനിൽ y = x കൊടുക്കുക. കാരണം നമുക്ക് തന്നിട്ടുണ്ട് ലൈനിന്റെ ഇക്വേഷൻ y = x. അപ്പോൾ ഈ സർക്കിളും ലൈനും തമ്മിൽ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷനിൽ y-നെ x റീപ്ലേസ് ചെയ്യാം. സോ x² + y² ന് പകരം x² = 32. സോ 2x² = 32 വരും. അപ്പോൾ 2ഉം 32ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 16. അപ്പോൾ x എന്ന് പറയുന്നത് എന്താ? 4 ആണ് വരിക അല്ലേ? ഇനി ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഓർ മൈനസ് കേസ് എടുക്കാത്തെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് +4 കേസ് എടുത്താൽ മതി. ഇനി റേഡിയസ് ഓഫ് ദ സർക്കിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 4√2 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ആ കൂടി ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രൽ 0 to 4, അതായത് രണ്ട് ഏരിയാസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് സ്ട്രെയിറ്റ് ലൈനിന്റെയും പിന്നെ നമ്മുടെ ആ സർക്കിളിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ 0 to 4 എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിന്റെ കൺസിഡർ ചെയ്യണം. ഇനി 4 to 4√2, കാരണം എന്താ? സർക്കിളിന്റെ റേഡിയസ് 4√2 ആണ്. ക്ലിയർ ആയോ? ഇനി കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചത് 0,4 ആണ്. സോ 0 to 4 നമ്മുടെ ലൈനിന്റെ ഫംഗ്ഷൻ കൊടുക്കുക, അതായത് x dx പ്ലസ് ഇന്റഗ്രൽ 4 to 4√2, അത് ഏതിന്റെ കൊടുക്കണം? നമ്മുടെ സർക്കിളിന്റെ കൊടുക്കണം. √32 - x². ഇതല്ല നമുക്ക് ഇക്വേഷൻ തന്നിരിക്കുന്നത്. കാരണം എന്താ? x² + y² = 32 ആണ് അല്ലെ? ഇനി ഇതിൽ നിന്ന് y-യുടെ വാല്യൂ നമ്മൾ സാധാരണ f(x) അല്ലെങ്കിൽ g(x) y അല്ല എടുക്കുന്നത്. ദാറ്റ് ഈസ് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് y² = 32 - x². അതായത് y എന്താ? √32 - x². അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഫംഗ്ഷൻസും ഇൻ ടേംസ് ഓഫ് എക്സ് തന്നെ എക്സ്പ്രസ് ചെയ്യണം. എങ്കിൽ എക്സിന്റെ ലിമിറ്റോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ വൈയുടെ ടേംസ് എല്ലാം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ ഇന്റഗ്രൽ 0 to 4 y = x ആണ് അവിടെ ഫംഗ്ഷൻ. അപ്പോൾ x dx കൊടുത്തു പ്ലസ് ഇന്റഗ്രൽ 4 to 4√2 √32 - x². എന്തുകൊണ്ടാണ് 32 - x² എടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ യൂസ് ചെയ്ത അതേ ഫോർമുല തന്നെ ഇന്റഗ്രൽ √(a²-x² dx എന്താ? x/2 √(a²-x² പ്ലസ് a²/2 sin inverse x/a. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 to 4 x dx അങ്ങനെ തന്നെ എഴുതാം പ്ലസ് ഇന്റഗ്രൽ 4 to 4√2. ഇനി നമുക്ക് ഈ ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യാൻ 32നെ നമ്മൾ എന്തായിട്ട് എഴുതി? 4√2² എന്ന് എഴുതി. കാരണം a² എന്ന് ആക്കണ്ടേ. അപ്പോൾ 4√2² നിങ്ങൾ നേരത്തെ തിരിച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 4√2² എന്ന് പറഞ്ഞാൽ എന്താ? 4² × √2² ആണ് അല്ലേ? √2² എന്ന് പറയുന്നത് എന്താ? 2 ആണ്. 4² 16. അപ്പോൾ 16 × 2 32. കറക്റ്റ് അല്ല? അപ്പോൾ കിട്ടുന്നില്ലേ? സോ 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4√2² എന്ന് എഴുതാൻ പറ്റും മൈനസ് x² dx. ഇനി നമുക്ക് ഡയറക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യാം. x/2 × √(a² - x², അതായത് x/2 × √(a) എന്ന് പറയുന്നത് 4√2, അപ്പോൾ (² - x² പ്ലസ് a²/2 sin inverse x/a. ഇവിടെ ലിമിറ്റ് 4 to 4√2 ആണ്. ഫസ്റ്റ് കേസിൽ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അതെന്താ? x²/2. ലിമിറ്റ്സ് എന്താ? 0 to 4. അത് അപ്ലൈ ചെയ്യുക. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന ആൻസർ എന്താ? 4π. Next question, the area of the region bounded by the curve x² = 4y and the straight line x = 4y - 2. അപ്പോൾ x² = 4y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരാബോളയാണ്. ആൻഡ് സ്ട്രേറ്റ് ലൈൻ തന്നിട്ടുണ്ട്, അതായത് x പ്രൊപ്പോർഷണൽ ടു y കണ്ടീഷൻ തരികയാണെങ്കിൽ എന്താ? അത് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. x = 4y - 2 is a 3/8, b 5/8, c 7/8, d none of these. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നൺ ഓഫ് ദീസ് ആണ് ആൻസർ ഓപ്ഷൻ വന്നിരിക്കുന്നത്. കാരണം കറക്റ്റ് ആൻസർ ഈ ഓപ്ഷൻസിലൊന്നും ഇല്ല. സോ എക്സ്പ്ലനേഷൻ നോക്കാം. തന്നിരിക്കുന്ന കർവ്സ് ഏതൊക്കെയാണ്? x² = 4y ഉം x = 4y - 2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. ഇവിടെ y = അതായത് ഈ ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കാം. 4നെ LHSൽ കൊണ്ടുപോയാൽ y എന്ത് കിട്ടും? x²/4. ഇനി അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ അല്ലേ x = 4y - 2, അതിൽ yയുടെ വാല്യൂ എന്ത് കൊടുക്കണം? x²/4. ഇത് എവിടുന്ന കിട്ടിയത്? പാരാബോളയുടെ ഇക്വേഷൻ y കിട്ടി. സോ 4 × x²/4 - 2.
ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x = x² - 2 കിട്ടും. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ഫോം, അതായത് LHS-ലെല്ലാം എടുത്തു. സോ x² - x - 2 = 0 കിട്ടി. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. അതായത് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് -2 സം എന്ന് പറയുന്നത് -1. അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ പ്രോഡക്റ്റ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 + 1 എന്താ -1 ആണ്. -2 × 1 എന്താ -2 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. സോ ഫാക്ടേഴ്സ് ഏതൊക്കെ വരാം, -2 ഉം 1 ഉം. അതായത് x - 2 × x + 1 = 0. ഇനി ഓരോന്നും = 0 കൊടുത്താൽ റൂട്ട്സ് കിട്ടും. x = -1 ഉം x = 2. അപ്പോൾ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചോടെ, അതായത് എക്സിന്റെ ലിമിറ്റ്സ് കിട്ടി, -1 മുതൽ 2 വരെ കിട്ടി. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസിന്റെയും സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആ ഫംഗ്ഷന്റെ y = എന്നുള്ള ഇക്വേഷൻ എടുക്കുക, സ്ട്രേറ്റ് ലൈനിൽ നിന്ന്. അതിൽ നിന്ന് y എന്താ കിട്ടുക, x + 2/4 ആണ് കിട്ടുക. സോ ദാറ്റ് ഫംഗ്ഷൻ മൈനസ് y = പാരാബോളയുടെ കേസിൽ y എന്താ x²/4 ആണ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസും സബ്ട്രാക്ട് ചെയ്യുക. സോ 1/4 ഇൻറ്റു, ഇനി ഓരോന്നിനെയും സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് x + 2/4 എന്ന് പറയുന്നത് എന്താ x/4 + 2/4 ആണ്. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഈ x/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു ഇന്റഗ്രൽ x എന്താ x²/2. അതേപോലെ ഹാഫ് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു x വരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ രണ്ട് ടേംസിലും 1/4 എന്നുള്ള ടേം കോമൺ ഫാക്ടറാണ്. സോ അത് ഔട്ട്സൈഡ് എടുക്കുക. ബേസിക്കലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേംസ് എല്ലാത്തിൻ്റെ കൂടെ എഴുതണം എന്നില്ല, മനസ്സിലായോ. ഇവിടെ ഇപ്പോൾ 1/4 ഔട്ട്സൈഡ് എടുത്തു, കാരണം എന്താ, രണ്ട് ടേംസിലും 1/4 ഉണ്ട്. അത് എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇന്റഗ്രലിന്റെ ഉള്ളിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ പിന്നെ ഓരോ ടേംസിന്റെ കൂടെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/4 ഇൻറ്റു, ഇനി എക്സിന്റെ ഇന്റഗ്രൽ x²/2, 2ന്റെ ഇന്റഗ്രൽ x, x²ന്റെ ഇന്റഗ്രൽ x³/3. അപ്പോൾ കറസ്പോണ്ടിങ് പ്ലസ് മൈനസ് ടേംസ് കറക്റ്റ് ആയിട്ട് ക്യാരി ഓവർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 9/8 കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പർ ലിമിറ്റ് ഒന്നുമില്ല, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലാസ്റ്റ് ഈ 1/4 ഇൻറ്റു ചെയ്യാൻ മറക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് ഈ 1/4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ 1/4. അതുകൊണ്ടാണ് ഫസ്റ്റ് കേസിൽ 1/4 ഇൻറ്റു ഫസ്റ്റ് ടേമും സെക്കൻഡ് കേസിൽ ഓൾറെഡി 1/4 ഇൻറ്റു 1/3 ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 1/12. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത്, ഇത് ഇങ്ങനെ തന്നെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ ഇതിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 9/8 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ്സ് y = x - 1 ആൻഡ് y² = 2x + 6 is. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്, ഇതെന്ന് പറയുന്നത് ഒരു പരാബോളയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A21, B24, C18, D20. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്, 18. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രാഫ് ഇവിടെ ബേസിക് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഗ്രാഫ് വേണം എന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഗ്രാഫാണ് എളുപ്പമെങ്കിൽ അത് വരച്ചിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു കാൽക്കുലേഷൻ ഐഡിയ വെച്ചിട്ട് ഏത് മൈനസ് ഏത് ചെയ്യണം എന്ന് അറിയാമെങ്കിൽ ഗ്രാഫൊന്നും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, അതായത് ഇന്റർസെക്ഷൻ പോയിന്റ്സ് കിട്ടണം അല്ലെ. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ y² = 2x + 6 നമ്മൾ ഇവിടെ ഇൻ ടേംസ് ഓഫ് y ആണ് ചെയ്യാൻ പോണ കേട്ടോ. ഇൻ ടേംസ് ഓഫ് y ആണ്. ജസ്റ്റ് ഗ്രാഫ് നോക്കിയാൽ y² = 2x + 6 ആണ്. y² = 2x + 6 എന്ന് പറയുമ്പോൾ ഇവിടേക്കാണ് ഷിഫ്റ്റിംഗ് വരിക. അപ്പോൾ നോർമലി y² = x എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, about correct exactly our vertices ഒറിജിനിലാണ് വരിക. പക്ഷേ ഇവിടെ ഇപ്പോൾ y² = 2x + 6 ആണ്. സോ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് ഇത് ഷിഫ്റ്റഡ് ആണ്. ക്ലിയർ ആയോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. പിന്നെ y = x - y, അതായത് x = y + 1 എങ്ങനെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ x = y + 1 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് x = y ആണെങ്കിൽ എങ്ങനെയാണ്, പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ y + 1 ഉള്ളതുകൊണ്ടാണ് ഈ ഷിഫ്റ്റിംഗ് കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കാം. സോ അതിന് രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇൻ ടേംസ് ഓഫ് y ആണ് ചെയ്യുന്നത്. അപ്പോൾ y² = 2 ഇൻറ്റു x + 6 പകരം എക്സിന് എന്ത് കൊടുക്കാം, ആ വേറെ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടാം, x = y + 1 കിട്ടും അല്ലേ, y + 1. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x = y + 1 + 6. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറൈസ് ചെയ്യുക. സോൾവ് ചെയ്താൽ റൂട്ട്സ് കിട്ടും -2, 4. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് കിട്ടി, y-യുടെ -2 to 4 ആണ്. ഇനി ഒരു ഫംഗ്ഷൻ മൈനസ് അതർ ഫംഗ്ഷൻ അല്ലേ, അതായത് സ്ട്രേറ്റ് ലൈനിൻ്റെ ഫംഗ്ഷൻ മൈനസ്
പരാബോളയുടെ ഫംഗ്ഷൻ. അപ്പോൾ സ്ട്രേറ്റ് ലൈനിന്റെ ഫംഗ്ഷൻ മൈനസ് ഈ സ്ട്രേറ്റ് ലൈൻ കവർ ചെയ്യുന്ന ഏരിയ മൈനസ് ഈ പരാബോള കവർ ചെയ്യുന്ന ഏരിയ. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. ക്ലിയർ ആയോ? സോ നമുക്ക് y പ്ലസ് 1, അതായത് ഫസ്റ്റില് എക്സിന്റെ വാല്യൂ എന്താ y പ്ലസ് 1. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് പകരം ഇവിടെ വൈയുടെ ടേംസിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ y പ്ലസ് 1 മൈനസ് അടുത്ത കേസിൽ y സ്ക്വയർ ഇക്വൽ ടു 2x പ്ലസ് 6 അല്ലേ, അതിൽ നിന്ന് എങ്ങനെയാണ് x കണ്ടുപിടിക്കാം? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x പ്ലസ് 6. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം. ആദ്യം 6 കൊണ്ടുപോവാ. അപ്പോൾ y സ്ക്വയർ മൈനസ് 6 ഇസ് ഈക്വൽ ടു 2x. ഇനി എന്ത് ചെയ്യണം? ഈ 2നെ LHSൽ കൊണ്ടുപോകാം. സോ ഓരോ ടേംസ് വേണമെങ്കിൽ ഓരോ ടേംസ് ചെയ്താൽ y സ്ക്വയർ ബൈ 2 മൈനസ് 6/2. ഈ 6/2 എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ടാണ് ഇവിടെ y സ്ക്വയർ ബൈ 2 മൈനസ് 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അതിനെ ജസ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് -2 to 4 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനലി ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഏരിയ എന്ത് കിട്ടും? 18 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് y is equal to x cube and the lines x equal to 0, y equal to 1 and y is equal to 8 is. Options വന്നിരിക്കുന്നത് A 45/4, B 14, C 7, D none of this. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 45/4. അപ്പോൾ ഇവിടെ y is equal to x cube എന്ന് പറയുന്നത് ഇതാണ് ഗ്രാഫ് വരിക. ഓക്കെ, y is equal to x cube. ഇനി ലൈൻസ് x equal to 0, പിന്നെ y is equal to 1 ഉം y is equal to 8 ഉം. x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? y ആക്സിസ് അല്ലേ. x equal to 0 പറഞ്ഞാൽ y ആക്സിസ് ആണ് വരിക. പിന്നെ തന്നിരിക്കുന്ന വാല്യൂസ് എന്താ? y is equal to 1. y is equal to 1 പറഞ്ഞാൽ ഇതാണ് y is equal to 1. പിന്നെ ഈ ഒരു വാല്യൂ ആണ് y is equal to 8. അപ്പോൾ ഇത്രയും റീജിയൻ അല്ലേ, ഈ ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിട്ടില്ലേ, അതാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? y ആക്സിസ് ആണ്. അപ്പോൾ ഈ y ആക്സിസും പിന്നെ ഏതൊക്കെ തന്നിട്ടുള്ള y is equal to 1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്, y is equal to 8 ഈ പോയിന്റ്. ഇനി y is equal to x cube കർവ് നമ്മൾ ഓൾറെഡി വരച്ചു. സോ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആണ്. ജസ്റ്റ് ഇതിലിപ്പോൾ ഗ്രാഫ് വരച്ചപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും. y is equal to x cube തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? x എന്ന് പറയുന്നത് y raised to 1/3 ആണ്. ഇവിടെ ഇപ്പോൾ ലിമിറ്റ്സ് y-യുടെ അല്ല തന്നിരിക്കുന്നത്. സോ x എന്ന് പറയുന്നത് y raised to 1/3. അപ്പോൾ ഏരിയ എങ്ങനെയാ? ഇന്റഗ്രൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ y-യുടെ ലിമിറ്റ്സ് 1 to 8 തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താ? y raised to 1/3 dy. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. സോ ഇവിടെ 3/4 into 15, ദാറ്റ് ഇസ് 45/4 സ്ക്വയർ യൂണിറ്റ്സ് ആൻസർ കിട്ടും. Last question, the area enclosed by the parabola y square equal to 2x and its tangents through the point -2, 0. അതായത് കർവ് തന്നിരിക്കുന്നത് പരാബോളയാണ് y square equal to 2x. അപ്പോൾ നമുക്കറിയാം y square equal to 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y square is equal to x എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാം അല്ലെ. ഇനി അതേപോലെ തന്നെ അതിന്റെ ടാൻജൻസ്, ഓക്കെ, ടാൻജൻസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 0. അപ്പോൾ ഇതാണ് -2, 0 വരെ. ഇനി ഇതിന്റെ ടാൻജൻസ് എന്ന് പറയുമ്പോൾ കർവിനെ മീറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ഷൻ പോയിന്റ് ഉള്ളത് അല്ലേ, അതാണ് ഈ രണ്ട് ടാൻജൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗ്രാഫ് വരിക. ഇതിൽ ഓപ്ഷൻസ് ഒന്നിരിക്കണം നോക്കാം. A 3 സ്ക്വയർ യൂണിറ്റ്സ്, B 4 സ്ക്വയർ യൂണിറ്റ്സ്, C 4/3 സ്ക്വയർ യൂണിറ്റ്സ്, D 8/3 സ്ക്വയർ യൂണിറ്റ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8/3 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ലൈൻ y is equal to mx plus c എന്ന് പറയുന്നത് it is a tangent to the parabola y square equal to 4ax if c is equal to a by m. ഇത് നോട്ട് ചെയ്ത് വെക്കുക. y is equal to mx plus c, അത് നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് വിത്ത് സ്ലോപ്പ് m അല്ലേ. ഇറ്റ് ഈസ് എ ടാൻജന്റ് ടു ദ പരാബോള. പരാബോളയുടെ ജനറൽ ഇക്വേഷൻ എന്താ? y സ്ക്വയർ. ഇവിടെ ഇപ്പോൾ y സ്ക്വയർ അല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തത്. y സ്ക്വയർ equal to 4ax ആണെന്ന് അറിയാം. അപ്പോൾ അതിന്റെ c, അതായത് ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? c is equal to a by m ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ അല്ലേ, ഈ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഏരിയ, അതായത് പരാബോളയും പിന്നെ അതിന്റെ ടാൻജൻസും മീറ്റ് ചെയ്യുന്ന -2, 0. അപ്പോൾ അതിന്റെ ഇടയിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ y square equal to 2x എന്ന് പറഞ്ഞ കർവ് നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ y square equal to വെറും 2x ആയതുകൊണ്ട് വേർട്ടെക്സ് എന്തായിരിക്കും? 0, 0 ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ടാൻജൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? y is equal to mx plus c. അതിൽ c എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു a by m ആണെന്ന് പറഞ്ഞു അല്ലേ. സോ നമുക്ക് ഇതിൽ സിക്ക് a by m കൊടുക്കുക. ഓക്കെ, സിക്ക് a by m കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ അറിയണം.
അപ്പോൾ എയുടെ വാല്യൂ എങ്ങനെയാ അറിയാം? y² = 4ax ആണ് പാരാബോളയുടെ ജനറൽ ഇക്വേഷൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് y² = 2x ആണ്. ഇതിപ്പോൾ LHS രണ്ടും സെയിം ആണ്. RHS കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? 4a = 2. ദാറ്റ് ഈസ് എയുടെ വാല്യൂ എന്താ? ഹാഫ് ആണ് അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. a = ഹാഫ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ y = mx + c mx + c എന്ന് പറയുന്നത് എന്താ? a/m. a എന്ന് പറയുന്നത് 1/2 ആണ്. ഓൾറെഡി m താഴെയുണ്ട്. സോ mx + 1/2m കിട്ടി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. y = mx + 1/2m. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ്. ഈ ടാൻജന്റ് ഏതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്? -2, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിന്റെ മീനിങ് എന്താ? ഈ -2, 0 എന്ന് പറയുന്ന പോയിന്റ് ടാൻജന്റൽ ലൈനിനെ ടാൻജന്റ് ലൈൻ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണോ എന്നല്ലേ? ഒരു പോയിന്റിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷനിൽ ആ എക്സിന്റെ വൈയുടെ വാല്യൂസ് ഇത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? y = mx + 1/2m അല്ലേ? ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. സോ ഇവിടെ -2 എന്ന് പറയുന്നത് എന്താ? x ആണ്. x = -2, y = 0. അതാണല്ലോ -2, 0 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് yക്ക് 0 കൊടുക്കാം. 0 = m × x എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ -2m + 1/2m. ഇനി ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. ഇത് LHS കൊണ്ട്. അപ്പോൾ 2m = 1/2m. ദാറ്റ് മീൻസ് ഇത് LHS കൊണ്ടായാൽ 4m² = 1 കിട്ടും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ 4m² = 1 കിട്ടുന്നത്. ഇനി എമ്മിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 4 അങ്ങോട്ട് കൊണ്ടുപോയാൽ m = എന്തോ? m² = 1/4 ആണ് അല്ലേ? അപ്പോൾ എമ്മിന്റെ വാല്യൂ എന്താ? ±1/2 കിട്ടും. ശരിയല്ലേ? അതായത് √1/4 എന്ന് പറയുന്നത് 1/2 അല്ലേ? പക്ഷെ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ +or- കേസ് കൺസിഡർ ചെയ്യണം. സോ എമ്മിന്റെ വാല്യൂ കിട്ടി +or-½ അപ്പോൾ ടാൻജൻസ് ഏതൊക്കെയാണ്? ഒന്ന് +½ ഉള്ളതും ഒന്ന് -½ ഉള്ളതും രണ്ട് ഇക്വേഷൻ കിട്ടും. അതായത് y = mx + c ഇവിടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് +½ ഉള്ള കേസ് എടുക്കുക. അതായത് x/2 പ്ലസ് c എന്ന് പറയുന്നത് സിയുടെ വാല്യൂ ഇനി എന്താ കിട്ടുക? c = a/m അല്ലേ? a നേരത്തെ 1/2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി m എന്ന് പറയുന്നത് ജസ്റ്റ് ഹാഫ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹാഫ് കൺസിഡർ ചെയ്യുമ്പോൾ +½ ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഹാഫും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ +or-1 ആണ് c വരിക. അപ്പോൾ അത് എടുക്കേണ്ടത് എങ്ങനെയാണ്? m പ്ലസ് എടുത്താൽ സിയും പ്ലസ് എടുക്കുക, m മൈനസ് എടുത്താൽ സിയും മൈനസ് എടുക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമുക്ക് ടാൻജൻസിന്റെ രണ്ട് ഇക്വേഷൻ കിട്ടും. അതായത് y = mx + c y = എമ്മിന് ഹാഫ് കൊടുക്കുക. m = കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = x/2. mx എന്ന് പറഞ്ഞാൽ ഹാഫ് x അല്ലേ? x/2 പ്ലസ് അവിടെ പ്ലസ് m എടുത്തുകൊണ്ട് പ്ലസ് c എടുക്കുക, അതായത് +1. അടുത്ത കേസ് എന്തായിരിക്കും? y = -x/2 -1. ക്ലിയർ ആയല്ലോ? ഇതാണ് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് നേരത്തെ ഫിഗർ കാണിച്ചതിൽ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ്. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നേരത്തെ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഇപ്പോൾ സൈനിന്റെയും കോസിന്റെയും ഡിസ്കസ് ചെയ്ത് 2 ടൈംസ് ഏരിയ എടുത്തില്ല. അതേപോലെ തന്നെ ഇവിടെ 2 ടൈംസ് ഏരിയ എടുക്കുക. ഇന്റഗ്രൽ 0 to 2 കൺസിഡർ ചെയ്യുക. അതായത് ഇന്റഗ്രൽ 0 to 2 കൺസിഡർ ചെയ്യുക. അത് ട്വൈസ് എടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ഇക്വേഷനില്ലേ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടില്ലേ? ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്താ കിട്ടാം? y = x/2 + 1. LCM എടുക്കുക. ജസ്റ്റ് 2 എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്താൽ 2y = x + 2. സോ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയേ? 2y - 2. ക്ലിയർ ആയല്ലോ? ഇനി ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ y² = 2x ഉണ്ടല്ലോ. അതിൽ എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? 2നെ LHS കൊണ്ടുപോകുക. സോ x = y²/2. സോ ഇത് f(x) ആയിട്ട് എടുക്കുക, ഇത് g(x) ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ y²/2 - 2y - 2, അതായത്
ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 2 ആ പാരാബോളയുടെ ഇനി മൈനസ് ടാൻജന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2y മൈനസ് 2 ആണ് അല്ലേ. സോ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, വൈ സ്ക്വയർ ബൈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, വൈ സ്ക്വയർ ബൈ 2 മൈനസ് 2y പ്ലസ് 2. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെ കിട്ടിയെന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ 2 ടൈംസ് ഇന്റഗ്രൽ 0 to 2 y square by 2 minus 2y plus 2. ഇനി എന്ത് ചെയ്യണം, ഓരോ ടേംസും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 8/3 സ്ക്വയർ യൂണിറ്റ്സ് ഏരിയ ആയിട്ട് കിട്ടും. താങ്ക് യു.